ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോഷ്യലിസം യൂറോപ്പിൽ എങ്ങനെയാണ് സോഷ്യലിസം സ്പ്രെഡ് ആയത് എന്നുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റഷ്യൻ റവല്യൂഷനും അതിലുള്ള സോഷ്യലിസത്തിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാ കാര്യങ്ങളും മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് സോഷ്യലിസത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ പറയുന്ന യൂറോപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും എന്താണ് ഈ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമ്മളൊരു 5-6 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോഷ്യലിസം ഇൻ യൂറോപ്പ് എന്നുള്ളത് നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ അല്ലേ, ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം ഫസ്റ്റ് എങ്ങനെയാണ് യൂറോപ്പിലേക്ക് ഒരു സോഷ്യലിസം സ്പ്രെഡ് ആയത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും സോഷ്യലിസം എന്തിന് എഗെയിൻസ്റ്റ് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആണ് അല്ലേ. സോഷ്യലിസം എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, എപ്പോഴും നമ്മൾക്ക് എല്ലാവരും നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ നോക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. പബ്ലിക് സെക്ടറിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന വെൽത്ത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. വെൽത്ത് ആരിലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എല്ലാ ഇൻഡിവിജ്വൽസിനും, ഒരു പെർട്ടിക്കുലർ പേഴ്സണിലല്ല, നേരെ മറിച്ച് സൊസൈറ്റിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയോളജിയാണ് എന്തിനു മുമ്പോട്ട് വെക്കുന്നത്, സോഷ്യലിസത്തിന് മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സോഷ്യലിസ്റ്റ് വെയർ അഗെയിൻസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സോ ഇറ്റ് ആസ് ദ റൂട്ട് ഓഫ് ദ ഓൾ ഓഫ് സോഷ്യൽ ഇൽസ് ഓഫ് ദ ടൈം. അതായത് എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണം ആരാണ്, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രം വെൽത്ത് ഉണ്ട്, കുറച്ച് ആളുകൾ മാത്രം റിച്ച് ആണ്, ബാക്കി എല്ലാ ആളുകളും പുവറാണ്. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രം വർക്കേഴ്സും കുറച്ച് ആളുകൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഓണേഴ്സും ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും എന്തുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ലൈക്ക് കാൾ മാർക്സ് ഒക്കെ പറയുന്ന തിയറീസ് പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സോഷ്യൽ പ്രോബ്ലംസിനും കാരണം ആരാണ്, ഈ പറയുന്ന പ്രൈവറ്റ് ഓണർഷിപ്പാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നായിരുന്നു ആര് ആർഗ്യൂ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആര് വാദിച്ചിരുന്നത്, നമ്മുടെ സോഷ്യലിസ്റ്റുകൾ വാദിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്തിന് എഗെയിൻസ്റ്റ് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റയർ സൊസൈറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന പ്രോപ്പർട്ടി ഓൺ ചെയ്യേണ്ടത്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ല എന്നാണ് ആര് വാദിക്കുന്നത്, സോഷ്യലിസ്റ്റുകൾ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിനും എന്ത് വേണം, ചേഞ്ചസ് വേണം. അതിനുവേണ്ടി അവർ എന്ത് നടക്കുന്നുണ്ട്, കുറേയധികം ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആര് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഈ സോഷ്യലിസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേസമയം തന്നെ സോഷ്യലിസ്റ്റുകൾ വേരിയസ് വിഷനിലൂടെയാണ് ഈ ഒരു ടൈമിൽ മൂവ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു മുതലാളി എല്ലാം ഉപേക്ഷിച്ച് പോകുന്നില്ല അല്ലേ, അത് പോസിബിൾ അല്ല. പെട്ടെന്നൊരു മുതലാളി എന്ത് ചെയ്യണം, എല്ലാം എന്നാലും നിങ്ങൾ പിടിച്ചോളി പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്നില്ല. അപ്പോൾ ഇവിടെ സോഷ്യലിസ്റ്റുകൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ആരൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് ഈക്വലായിട്ട് എന്ത് വേണം, വെൽത്ത് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് എല്ലാ ആളുകളും വർക്ക് ചെയ്യണം, വർക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യണം, ഈക്വലായിട്ട് വെൽത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരാൾ മടിയനാണെങ്കിൽ അയാൾക്ക് വലിയ വെൽത്ത് ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് അയാൾ മെല്ലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ അയാൾക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ആ പ്രോഫിറ്റിന് ഷെയർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോ വർക്കേഴ്സിനെയും കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ഈ പറയുന്ന വെൽത്ത് ഷെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് എന്നാണ് ആര് ഡിമാൻഡ് ചെയ്തത്, സോഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഐഡിയോളജി മുമ്പോട്ട് വെച്ചുള്ള ആളുകൾ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 1-2 ആളുകളെ നമുക്ക് നോക്കാം. അതിലൊന്നാണ് റോബർട്ട് ഓവൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആശയം ഇത് തന്നെയാണ്. ഈ പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. അതായത് എല്ലാ ആളുകളും വർക്ക് ചെയ്യുക, അതിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഈക്വലായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇക്വാലിറ്റി വരുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഞാനൊരു 12 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ 12 മണിക്കൂർ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈക്വലായിട്ട് എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു പ്രോഫിറ്റിന് ഷെയർ കൊടുക്കുക. ഒരു 4 hours ആണെങ്കിൽ എനിക്കിപ്പോൾ 12 മണിക്കൂർ വർക്ക് ചെയ്ത് കിട്ടുന്നതിൻ്റെ 1/3 ഭാഗം ആർക്ക് കൊടുക്കുക, ആ 4 hours വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് ഇക്വാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന ഡിമാൻഡാണ് ആരും മുമ്പോട്ട് വെക്കുന്നത്. റോബർട്ട് ഓവൻ ആണെങ്കിലും അതുപോലെ തന്നെ ലൂയി ബ്ലാങ്ക് ആണെങ്കിലും ഒക്കെ മുമ്പോട്ട് വെക്കുന്നത്. ലൂയി ബ്ലാങ്ക് ഫ്രാൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ എന്തിനാണ് എൻകറേജ് ചെയ്യുന്നത്, ഈ പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതേസമയം തന്നെ ലൂയി ബ്ലാങ്ക് കൃത്യമായിട്ടും പറയുന്നുണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ അല്ലെങ്കിൽ ഫ്യൂ തിങ്കേഴ്സ് മാത്രം അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ഇക്കണോമിസ്റ്റുകൾ മാത്രം അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് എൻ്റർപ്രണേഴ്സ് മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ അത് പോസിബിൾ ആവില്ല. അതിനുവേണ്ടി ആരും കൂടി ആക്റ്റീവ്ലി അല്ലെങ്കിൽ ആരും കൂടി ഇനീഷ്യേറ്റീവായിട്ട് മുമ്പോട്ട് വരണം, ഗവൺമെൻറ് കൂടി മുമ്പോട്ട് വരണം. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ എന്ന് ആരും കൂടി വാദിക്കുന്നുണ്ട്. ലൂയി ബ്ലാങ്കും കൂടി അത് വാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേ സമയത്തുണ്ടായിരുന്ന മറ്റ് ചില എന്താ പറയുക തിങ്കേഴ്സാണ് അല്ലെങ്കിൽ ചിന്തകരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ഒക്കെ ഉള്ളത്. ഇവർക്ക് കൃത്യമായിട്ടും വർക്കേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇവരുടെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എപ്പോഴും എന്താണ്, അത് എപ്പോഴും ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്. ഇൻഡസ്ട്രിയൽ
സൊസൈറ്റി ഒരിക്കലും സോഷ്യലിസ്റ്റ് സൊസൈറ്റി പോസിബിൾ അല്ല. ബിക്കോസ് അത് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ആര് തന്നെയാണ്, ഈ പറയുന്ന എന്താ പറയുക പ്രൈവറ്റ് പേഴ്സൺസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആയിരിക്കും എപ്പോഴും ഇൻഡസ്ട്രിയലിസ്റ്റ് സൊസൈറ്റി എന്നാണ് ആര് വാദിക്കുന്നത്, കാൾ മാർക്സ് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി 2 കാറ്റഗറി ആയിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ 2 ഡിവിഷനായിട്ട് മാറുന്നുണ്ട്. ഹാവ് ആൻഡ് ഹാവ് നോട്ട്. എപ്പോഴും സമൂഹത്തിൽ എന്തുണ്ടാവും, ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അത് നമ്മൾ പറയുകയാണെങ്കിൽ പാവപ്പെട്ട ആളുകളുണ്ടാവും, എന്താ പറയുക ധനികരായിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ദരിദ്രരും ധനികരും ഉണ്ടാവും എന്നൊരു ആശയമാണ് ആരും മുമ്പോട്ട് വെക്കുന്നത്, കാൾ മാർക്സ് മുമ്പോട്ട് വെക്കുന്നത്. കൃത്യമായിട്ടും ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ത്രൂ ആണ് എന്തുണ്ടാവുന്നത്, സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു ആശയം കൂടി മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഒരു പ്രോഫിറ്റ്, നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നത് എന്ത് ത്രൂ ആണ്, ആ വർക്ക് ത്രൂ ആണ്. അല്ലെങ്കിൽ ആരാണോ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് അവരുടെ വർക്കിൻ്റെ എന്താ പറയുക ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്നാണ് ആര് വാദിക്കുന്നത്, കാൾ മാർക്സ് വാദിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പെന്ന് നിർമ്മിക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരു പെന്ന് നിർമ്മിക്കാൻ എന്ത് ചെയ്തു, ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഓണർ എന്ത് ചെയ്തു, എൻ്റർപ്രണർ എന്ത് ചെയ്തു, ഒരു 5 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ പെന്നിന് ഒരു 15 രൂപയാണ് വിചാരിക്കാം. ആ പെണ്ണ് പെന്നാക്കി മാറ്റുന്ന ആരാണ്, വർക്കറാണ്. ആ പെണ്ണിന് 5 രൂപയാണ് ആര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് 15 രൂപയായി മാറുന്നുണ്ടെങ്കിൽ അതിൽ ആരുടെയാണ് കോൺട്രിബ്യൂഷൻ കൂടുതൽ വന്നിട്ടുള്ളത്, ആ തൊഴിലാളിയുടേതാണ് എന്നാണ് ആര് വാദിക്കുന്നത്, കാൾ മാർക്സിനെ പോലെയുള്ള തിങ്കേഴ്സ് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്, ഈ വർക്കേഴ്സിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിക്ക് മാത്രമേ പോസിബിൾ ആവൂ എന്നാണ് ആര് വാദിക്കുന്നത്, കാൾ മാർക്സിനെ പോലെയുള്ള തിങ്കേഴ്സ് വാദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് മേജർ വേജ് മാത്രമാണ്, അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള കൂലി മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്, വർക്കേഴ്സിന് കൊടുക്കുന്നത് എന്ന പോലെയുള്ള ആശയം കൂടി സോഷ്യലിസം ഈ ഒരു കാലഘട്ടത്തിൽ സ്പ്രെഡ് ആവാൻ പ്രധാനമായിട്ടും കാരണമാവുന്നുണ്ട്. അതിന് വേരിയസ് സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്യാനും ഇത്തരത്തിലുള്ള തിങ്കേഴ്സിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്. എങ്ങനെയാണ് ഏതൊക്കെ എന്താ പറയുക ആ സമയത്ത് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ പാർട്ടികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു 1870s ത്രൂ ഔട്ട് യൂറോപ്പ് എന്ത് സ്പ്രെഡ് ആയത്, സോഷ്യലിസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം 1917 നമ്മുടെ എന്ത് വരുന്നത്, റഷ്യൻ റവല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് റഷ്യൻ റവല്യൂഷൻ തുടർന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യലിസം എൻ്റെ വേൾഡിൽ എന്ത് ചെയ്യുന്നത് സ്പ്രെഡ് ആയിട്ടുള്ളത്. 1930s നമ്മുടെ ഇന്ത്യയിലടക്കം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ 1934 എന്ത് ചെയ്യുന്നത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1870s യൂറോപ്പിൽ എന്ത് ചെയ്യുന്നത് ഈ ഒരു ആശയം സ്പ്രെഡ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റർനാഷണൽ ബോഡി അവരെന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ്. ഇത് അറിയപ്പെടുന്നത് ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ എന്ന പേരിലാണ്. ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ എന്ന പേരിലാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ എന്താ പറയുക അവരുടെ ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും ജർമ്മനിയിലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സ് പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേബർ പാർട്ടി ബ്രിട്ടനിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫ്രാൻസിലാണെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ പാർട്ടീസ് ഫോം ചെയ്തിട്ട് പോലും ടിൽ 1914 വരെ സോഷ്യലിസ്റ്റുകൾക്ക് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 1917 എന്തുണ്ടാവുന്നത്, റഷ്യൻ റവല്യൂഷൻ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഒരു സോഷ്യലിസ്റ്റ് ആശയമുള്ള ഒരു ഗവൺമെൻറ് ബിൽഡ് ചെയ്യുന്നത്. ആദ്യം മെൻഷവിക്കിൻ്റെ ലീഡർഷിപ്പിലും പിന്നീട് ബോൾഷെവിക്സിൻ്റെ ലീഡർഷിപ്പിലും എൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ ലീഡർഷിപ്പിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യലിസം എങ്ങനെയാണ് ഗ്രാജുവലി യൂറോപ്പിൽ സ്പ്രെഡ് ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ നിഞ്ച ബാച്ചിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ. ഇവിടെ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, സ്ലൈഡ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിരവധി ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യെസ് ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. താങ്ക് യു ഓൾ, ബൈ.